കലോത്സവം മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം ഇഞ്ചോടിഞ്ച് മുന്നോട്ട് പോവുകയാണ്. കണ്ണൂരും തൃശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം മുന്നേറുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തുന്നുമുണ്ട്. MS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, 2 ദിവസത്തെ ആദ്യത്തെ ഒരു ലാഘവ ബുദ്ധിയൊക്കെ കഴിഞ്ഞു. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം മത്സരം കടുക്കും. ഈ ഒരു പോരാട്ട വീര്യമൊക്കെ, കപ്പ് കൊണ്ടുപോകാനുള്ള പോരാട്ട വീര്യമൊക്കെ കടുക്കുന്ന സമയമായി കഴിഞ്ഞു. എങ്ങനെയാണ് ആളുകളുടെ ഒരു പങ്കാളിത്തമൊക്കെ തിരുവനന്തപുരത്ത് മൂന്നാം ദിവസം ആവുമ്പോൾ? വലിയ രീതിയിലുള്ള ജനപിന്തുണ തന്നെയാണ് ഉള്ളത്. തിങ്കളാഴ്ചയാണ് എന്നൊന്നും നോക്കുന്നില്ല, ഇവിടെ ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോസഫിലാണ്. ഇവിടെ മിമിക്രി മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യത്തെ മത്സരം കഴിഞ്ഞു, അഭിഷേകായിരുന്നു ആദ്യത്തെ മത്സരാർത്ഥി. ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത് അഭിഷേകിന്റെ കുടുംബാംഗങ്ങളാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എങ്ങനെ ഉണ്ടായിരുന്നു അവന്റെ പ്രകടനം? വളരെ നന്നായിരുന്നു. നമുക്ക് ഒരു സംതൃപ്തി വിചാരിച്ച പോലെയൊക്കെ ചെയ്യാൻ പറ്റി. വലിയ കയ്യടിയായിരുന്നു പ്രകടനം നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നിറഞ്ഞ കയ്യടികളോടുകൂടിയാണ് സ്വീകരിച്ചത്. അപ്പൊ അത് എന്ത് തോന്നുന്നു? എന്താണ്, നിറഞ്ഞ കയ്യടികളായിരുന്നു. സന്തോഷം. നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ നമുക്ക് കിട്ടാത്തൊരു അവസരങ്ങളാണ്. ഒരു സ്റ്റേജില് കലോത്സവത്തിൽ പങ്കെടുക്കാൻ തന്നെ വലിയൊരു ഭാഗ്യമല്ല. ഭയങ്കര സന്തോഷം. നമ്മളിവിടെ ഇപ്പൊ പെർഫോം ചെയ്ത വ്യക്തി തന്നെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേജിലെ പ്രകടനം? എന്ത് തോന്നുന്നു പ്രകടനം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതിന് ശേഷം? കുഴപ്പമില്ല. പക്ഷെ അവിടുത്തെ ആവേശത്തിനെ കുറിച്ച് പറ, എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോം ചെയ്തതിൽ നമുക്ക് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് എന്തായിരുന്നു? അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ശ്രദ്ധിച്ചാലും എനിക്കറിയാം. ഒരേ കൈയടിയുമ്പോഴായിരുന്നു. അമ്മ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണുള്ളത്. 2 സഹോദരങ്ങളും കൂടിയുണ്ട് അഭിഷേക്. നമുക്ക് അവരുടെ അടുത്തും കൂടെ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ? നല്ല പരിപാടിയായിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എന്താ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് പ്രതീക്ഷിക്കാം. പെർഫോമൻസ് നമ്മൾ കുളിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സെന്റ് ജോസഫ് വേദിയിൽ മിമിക്രി മത്സരങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ പ്രധാനപ്പെട്ടതായി ഏകദേശം 45ഓളം ഇനങ്ങളാണ് ഉള്ളത്. അതിൽ കുച്ചിപ്പുടി, നാടോടി നൃത്തം, ദഫ്മുട്ട്, ചെണ്ടമേളം, മിമിക്രി, മോണോ ആക്ട്, തുള്ളല്, കേരള നടനം, ശാസ്ത്രീയ സംഗീതം, മദ്ദളം, ചെണ്ടമേളം, അങ്ങനെ തുടങ്ങി 45ഓളം ഇനങ്ങൾ 25 വേദികളിലായി ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് മിമിക്രി മത്സരങ്ങൾ. എപ്പോഴും, അതിപ്പോ ഏത് ദിവസമായാൽ പോലും മിമിക്രി മത്സരങ്ങൾക്ക് ആളുണ്ടാവും. ഇന്നും പതിവ് തെറ്റിച്ചില്ല. 9:30 തന്നെ മത്സരം ആരംഭിച്ചു. അതിലെ ആദ്യത്തെ മത്സരാർത്ഥി കഴിഞ്ഞപ്പോൾ തുടർന്ന് 2ാമത്തെ മത്സരാർത്ഥി അരങ്ങിലെത്തിയിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തവും ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. കാരണം അത്രമാത്രം ആവേശമാണ് കലോത്സവ വേദികളിൽ മിമിക്രി മത്സരങ്ങൾക്ക് ഉണ്ടാവാറുള്ളത്. അതേ ആവേശം ഇന്നും തുടരുകയാണ്. ഇന്നത്തെ ദിവസത്തിലും ആവേശത്തിന് യാതൊരുവിധ ഭംഗവുമില്ല. എന്തായാലും ആദ്യത്തെ മത്സരാർത്ഥിയായ അഭിഷേക് എന്തായാലും ഹരി അത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് മിമിക്രി വേദിയിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങൾ, ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് കുറച്ചു നേരം കാണാം. എന്നിട്ട് ഞാനൊരു വണ്ടി എടുക്കാൻ വേണ്ടി ഒരു ഷോറൂമിലേക്ക് ചെന്നു. ഫസ്റ്റ് ബൈക്ക് RX ബൈക്ക്. ബുള്ളറ്റ്, നിസാൻ GTR, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സൈഡിൽ നിന്നും ഒരാൾ ടകൻ കൊടുക്കുന്നു.
कर दूंगा I will bomb the blockbuster movie next year. അവിടെ കാറ്റ് പോയ പോലെ ആരും അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോഴോ ഉണ്ടല്ല. ചങ്കളീരാമി പോകുന്നതിന് നമുക്ക് ഫിറോസിക്കാരുടെ അടുത്തേക്ക് പോയിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളോട് നമ്മളൊരു പ്രത്യേകമായ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ചു. ആ വെറും 100 കിലോ പടക്കവും 100 കിലോ ചിക്കൻ